നമസ്കാരം. ഞാനിന്നൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനായിട്ട് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പരിപ്പ് നല്ലോണം വേവിച്ച്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, തൂരപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പും ഇതിന് നല്ലതാണ്. അപ്പം അത് നല്ലോണം വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 വലിയ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3 സ്പൂൺ മതിയാവും. പരിപ്പ് നല്ല കുറുകിയ പരിപ്പല്ലേ, തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരണം. ഞാനത് അരച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ വേവിച്ച് വെച്ച പരിപ്പാണ്. ഞാനത് ഒന്നും കൂടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അരച്ച അരപ്പ്, ഞാൻ അരച്ചതാണിത്, അത് ഇടുകയാണ്. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഇത് നല്ലോണം തിളയ്ക്കണം. ഉപ്പിട്ടിട്ടില്ല നമ്മൾ, അപ്പോൾ അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുത്തിടാം. അതെ, നല്ലോണം തിളച്ചു. തേങ്ങ ഇതൊക്കെ അരപ്പൊന്ന് വെന്താൽ മതി. അരപ്പ് നല്ലോണം വേവട്ടെ. 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുക് വറുക്കാം. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് നെയ്യ്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടുക് ഇടാം. നല്ല ഉണക്കമുളക് ഇടാം.
കുറച്ച് കറിവേപ്പില, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് പരിപ്പിലേക്ക് ചേർക്കാം. കടുക് വറുത്തത് പരിപ്പിലേക്ക് ചേർക്കുകയാണ്. കഴിഞ്ഞു, നമ്മുടെ കറി റെഡി. നല്ല പരിപ്പ് കറിയാണ് ഇത്. സദ്യയുടെ കൂടെ വിളമ്പം നല്ല പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ലൂസിലുണ്ടാക്കുക, കാരണം ഇത് പരിപ്പായതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകും.